നമസ്കാരം. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് 4 അവസരങ്ങളാണ്, 4 റിക്രൂട്ട്മെന്റുകളാണ്. ഒന്ന്, കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു ഏജൻസി വഴി യൂറോപ്യൻ യൂണിയനിലേക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ. അതല്ലെങ്കിൽ മറ്റൊരു വിദേശ അവസരം ഇതൊരുക്കുന്നത് ലുലു ഗ്രൂപ്പാണ്. വിസയൊക്കെ സൗജന്യമായിട്ട് ലുലു ഗ്രൂപ്പ് കേരളത്തിൽ നിന്ന് ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇതുകൂടാതെ ISRO ഏതാണ്ട് 100-ലധികം ആളുകളെ, അത് BCom, BA, BSc അല്ലെങ്കിൽ BTech ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പരീക്ഷയില്ലാതെ ISROയിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ, അത് ഡയറക്റ്റ് വോക്കിനിലൂടെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ. ഇതും അല്ലെങ്കിൽ അമൃത ഹോസ്പിറ്റലിലേക്കൊക്കെയുള്ള 200-ലധികം ഒഴിവുകളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്. ഇങ്ങനെ 4 അവസരങ്ങളാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് ലുലുവിലെ അവസരങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ലുലു മിഡിൽ ഈസ്റ്റിലേക്ക്, അതായത് ഗൾഫ് കൺട്രികളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഇത് കേരളത്തിലായിരിക്കും റിക്രൂട്ട്മെന്റ് എന്ന് അവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ വിസ ഫ്രീ എന്നുള്ള കാര്യവും അവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. 5ഓളം തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാവുന്നതുപോലെ സെയിൽസ്മാൻ, കാഷ്യർ, ബുച്ചർ, ഫിഷ് മോങ്കർ, ഇലക്ട്രീഷ്യൻ, ഈ തസ്തികകളിലാണ് ഹയറിംഗ്. എല്ലാ തസ്തികകളിലും എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അത് എത്രയാണെന്നൊക്കെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് നിങ്ങൾ വോക്ക് ഇൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതിയാകും. ഓർക്കുക, അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും ഇവർ ക്ഷണിക്കുന്നില്ല. ഇവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്, ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി കോൺടാക്റ്റഡ് ഫോർ ഫൈനൽ ഇന്റർവ്യൂ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈല്, നിങ്ങളുടെ റെസ്യൂമെ അയച്ചു നൽകുക. അത് അവർ ചെക്ക് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ കേരളത്തിൽ വെച്ച് നടക്കുന്ന ഈ കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലേക്ക് നിങ്ങളെ ക്ഷണിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇത് സൗജന്യ റിക്രൂട്ട്മെന്റ് ആണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു, അല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയാൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അമൃത ഹോസ്പിറ്റലുകളിലേക്കുള്ള ഒരു ഇന്റർവ്യൂ, അതാണ് 200-ലധികം തസ്തികകളിലേക്കുള്ള ഒരു ഇന്റർവ്യൂ കോട്ടയത്ത് വെച്ച് നടക്കുന്നുണ്ട്. കോട്ടയത്ത് എംപ്ലോയബിലിറ്റി സെന്റർ, കോട്ടയം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനകത്തുള്ള എംപ്ലോയബിലിറ്റി സെന്റർ, ഇത് കോട്ടയത്ത് സിവിൽ സ്റ്റേഷനിലാണ്. അവരാണ് ഡിസംബർ 27-ാം തീയതി അമൃത ഹോസ്പിറ്റലിലേക്ക് കുറേ അധികം തസ്തികകളിലേക്ക് 200-ലധികം ഒഴിവുകളിലേക്കുള്ള ഈ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഉണ്ട്, 5 പേര്. അത് BSc MLT കഴിഞ്ഞവര്, ടെക്നീഷ്യൻ കോഴ്സുകളൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 23,800 വരെയാണ് ശമ്പളമുള്ളത്. ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ് ആയിട്ട് BSc ന്യൂക്ലിയർ മെഡിസിൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നേഴ്സ് ട്രെയിനി ആയിട്ട് BScയോ അല്ലെങ്കിൽ ജനറൽ മെഡിസിനോ ഒക്കെ കഴിഞ്ഞ 50 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. സ്റ്റാഫ് നേഴ്സായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെ, BScയും ജനറൽ നേഴ്സിംഗും ഒക്കെ കഴിഞ്ഞവരെ, മിനിമം 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. അവിടെ 100 ഒഴിവുകളാണ് ഉള്ളത്. PMS അറ്റൻഡന്റ് ആയിട്ട് 50 ഒഴിവുകളുണ്ട്. SLCയോ +2 ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അവസരമുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേറ്റർ, ഈ ഒരു തസ്തികയിൽ 2 പേരെ, ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞവരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പം ഒട്ടനവധി തസ്തികകളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഇതിന്റെ ഇന്റർവ്യൂ 27-ാം തീയതി ഡിസംബറിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഈ എംപ്ലോയബിലിറ്റി സെന്ററെ കോൺടാക്ട് ചെയ്യണം. കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകും. നമുക്ക് ISROയിലെ അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇവിടെ കാണാവുന്ന പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിലാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഈ ISROയുടെ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് മഹേന്ദ്രഗിരി, ഇവിടേക്കാണ് ഈ ഒരു അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ഹയറിംഗ് ആണ് നടക്കുന്നത്. ഓർക്കുക, ഇതൊരു അപ്രന്റീസ്ഷിപ്പ് അവസരമാണ്. ഇതൊരു ഫുൾ ടൈം ജോലിയല്ല, മറിച്ച് അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ അതായത് ഇവിടെ കാണാനായിട്ട് കഴിയും, ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഉണ്ട്, എഞ്ചിനീയേഴ്സിനുള്ളതാണ്. അതേപോലെ ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഉണ്ട്, നോൺ എഞ്ചിനീയറിംഗുകാർക്കുള്ള. അതുകൂടാതെ ടെക്നീഷ്യൻ അപ്രന്റീസ് ഉണ്ട്, ഇത് ഡിപ്ലോമക്കാർക്ക്. അപ്പോൾ അതായത് നമുക്ക് കാണാൻ സാധിക്കും, ആദ്യം എഞ്ചിനീയറിംഗുകാർക്ക് 41 ഒഴിവുകളാണുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 12, ഇലക്ട്രോണിക്സ് 10, ഇലക്ട്രിക്കൽ 5, സിവിൽ എഞ്ചിനീയറിംഗ് 4, ഇൻസ്ട്രുമെന്റേഷൻ 3, കെമിക്കൽ 2, കമ്പ്യൂട്ടർ സയൻസ് 5, അങ്ങനെ 41 ഒഴിവാണ് ഉള്ളത്. BTechകാർക്കാണ്, അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 65% മാർക്ക് അല്ലെങ്കിൽ CGPA 6.84 ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇത് ഈ ഇന്റേൺഷിപ്പ് സമയത്ത്, അപ്രന്റീസ് സമയത്ത് സ്റ്റൈഫൻഡ് ആയിരിക്കും ലഭ്യമാവുക.
ബിടെക്കുകാർക്ക് 9,000 രൂപയാണ് സ്റ്റൈഫൻഡ് ആയിട്ട്. അപ്പോൾ ശമ്പളം കുറവാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഭാവിയിൽ മറ്റ് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും കൗണ്ട് ചെയ്യുക. അപ്പം അങ്ങനെ 9,000 രൂപ സ്റ്റൈഫൻഡാണ് ബിടെക്കുകാർക്ക് ലഭ്യമാവുക. BA-കാർക്ക് 4 ഒഴിവുണ്ട്, BSc-കാർക്ക് 7 ഒഴിവ്, BCom-കാർക്ക് 4 ഒഴിവ്, അങ്ങനെ 15 ഒഴിവ് ഇവിടെ ലഭ്യമാണ്. ഇവിടെയും സ്റ്റൈഫൻഡ് 9,000 രൂപയാണ്. ഇത് അതാത് വിഷയങ്ങളിൽ അല്ലെങ്കിൽ അതാത് ഡിഗ്രികൾ 60% മാർക്കോടെ നേടിയവർക്കാണ് അവസരമുള്ളത്. ഇനി മൂന്നാമത് ടെക്നീഷ്യൻ അപ്രന്റീസ് ഉണ്ട്. ഇത് ഡിപ്ലോമക്കാർക്കുള്ളതാണ്. മെക്കാനിക്കൽ 15, ഇലക്ട്രോണിക്സ് 10, ഇലക്ട്രിക്കൽ 10, സിവില് 5, കെമിക്കൽ 4, 44 ഒഴിവുകൾ, മൊത്തം 100-ലധികം ഒഴിവുകളുണ്ട്. ഇവിടെ 8,000 രൂപയായിരിക്കും ഡിപ്ലോമക്കാർക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് ലഭ്യമാകും. ഇത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമയൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അവർക്ക് ഇതിന് സെലക്ഷൻ ഇല്ല, നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ട്, ഇതിന് എക്സാം ഇല്ല, നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തായിരിക്കും സെലക്ഷൻ. കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ട്രെയിനിങ്, അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് 1 ഇയറിലേക്കായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി അത്യാവശ്യ കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അക്വയർഡ് യുവർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ 2021, 22, 23, 24 ആൻഡ് 25 വിൽ ബി എലിജിബിൾ. ഈ വർഷങ്ങളിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞവരായിരിക്കും എലിജിബിൾ ആവുക എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഒക്കെ കാണാനായിട്ട് കഴിയും. 28 വയസ്സാണ് എഞ്ചിനീയേഴ്സിനും നോൺ എഞ്ചിനീയേഴ്സിനും. ഡിപ്ലോമക്കാർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. പിന്നെ SC ST-കാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് OBC കാൻഡിഡേറ്റ്സിനൊക്കെ റിലാക്സേഷൻ ഉണ്ട്, അതൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക? ഞാൻ പറഞ്ഞു, ഇതൊരു വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. വോക്ക് ഇൻ ഇന്റർവ്യൂ പങ്കെടുത്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 10-ാം തീയതി, അതായത് എഞ്ചിനീയറിംഗുകാർക്ക് 10-ാം തീയതി, അതേപോലെ തന്നെ ടെക്നീഷ്യൻ അപ്രന്റീസ്ഷിപ്പ് ഡിപ്ലോമക്കാർക്കും 10-ാം തീയതിയാണ്. അതേസമയം BA, BSc, BCom-കാർക്ക് 11-ാം തീയതി ആയിരിക്കും, ഞായറാഴ്ച 9:30-ക്കും 2 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്യാം. അതായത് ടൈമിങ്ങുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എവിടെയാണ് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക? അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. ISROയുടെ പ്രൊഫഷൻ കോംപ്ലക്സ്, ഇത് മഹേന്ദ്രഗിരി എന്ന് പറഞ്ഞാൽ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് ആണ്, തമിഴ്നാട്ടിലുള്ളത്. അവിടേക്കായിരിക്കും നിങ്ങൾ വോക്ക് ഇൻ ചെയ്യേണ്ടതായിട്ട് വരിക. അതിൻ്റെ സ്ഥലത്തിൻ്റെയൊക്കെ മാപ്പും കാര്യങ്ങളും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അതാത് പരീക്ഷയിലെ നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തായിരിക്കും സെലക്ഷൻ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഈ മഹേന്ദ്രഗിരിയിൽ എത്താം അതൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് യൂറോപ്യൻ യൂണിയനിലേക്ക് ലഭ്യമായിരിക്കുന്ന ആ ഒരു അവസരം കൂടി ഒന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയായ ഒഡേപെക് ആണ് ഈ ഒരു യൂറോപ്യൻ അവസരം ഒരുക്കുന്നത്, ഗേറ്റ്വേ ടു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള സ്ലോവാക്യ എന്ന രാജ്യത്തേക്കാണ് ഈ ഒരു ഹയറിംഗ് നടക്കുന്നത്. ആരെയായിരിക്കും ഹയർ ചെയ്യുക? ഇതാ ഇവിടെ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. അപ്പോൾ റേഡിയോളജിസ്റ്റിനാണ് ഈ ഒരു അവസരമുള്ളത്. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റേ അങ്ങനെയൊക്കെയുള്ള വിവിധ ടെസ്റ്റ് നടത്തുന്നവരെയാണ് റേഡിയോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അവർക്കായിരിക്കും അവസരമുള്ളത്. 5-ാം തീയതി ജനുവരി വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. സാലറി നെഗോഷ്യബിൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. 8 വേക്കൻസികളാണ്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അവസരമുണ്ട്. മിനിമം 4 ഇയേഴ്സ് പോസ്റ്റ് സ്പെഷ്യലൈസേഷൻ ഇൻ റേഡിയോളജി. റേഡിയോളജിയിൽ പോസ്റ്റ് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ് 4 ഇയറെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള MBBS ഡോക്ടേഴ്സിനാണ് അവസരമുള്ളത്. അപ്പോൾ അവരിവിടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഏരിയ ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ എക്സ്റേ, അൾട്രാസൗണ്ട്, CT, MRI, മാമോഗ്രഫി അങ്ങനത്തെയൊക്കെ ഉള്ള ഇതാണ്, റേഡിയോ ഇമേജിങ്ങിന് വേണ്ടിയിട്ടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പം 5-ാം തീയതി ജാനുവരിക്കകം അപ്ലൈ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ് എന്നുള്ള കാര്യം. എന്തായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം വഴിയിലൂടെ ഒക്കെ ജോലി തേടാം. എൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.